ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വന്ന റെസിപ്പി ഒരു ചില്ലി ചിക്കനാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 kg ബോൺലെസ് ചിക്കനാണ്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നല്ല ബോൺലെസ് ആയിട്ടുള്ള പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുരുമുളക് പൊടി, 2 അടപ്പ് സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു മുട്ട. ഇത്രയും സാധനമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മിക്സാണ് റെഡിയാക്കുന്നത്. അതിന് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, സവാള, സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളകാണ്. ഇത് നമുക്ക് ക്യൂബ്സ് ആയിട്ടാണ് അരിയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 2 സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് അതിൻ്റെ ഇതളുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്: സവാള, ക്യാപ്സിക്കം, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ റെഡിയായി കഴിയുമ്പം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു 15-20 മിനിറ്റ്സാണ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ്. ഷാലോ ഫ്രൈ ചെയ്ത് ചിക്കൻ മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പച്ചമണം മാറിക്കഴിയുമ്പോൾ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ നന്നായിട്ട് വേവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിവിടെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ 2 സോസസാണ്. സോയാ സോസ് 2 അടപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി സോസ്, അതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സോസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി എല്ലാ വെജിറ്റബിൾസിലും പിടിക്കുന്ന രീതിയിൽ ആഡ് ചെയ്യുക. ഇനി വെള്ളം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ കഴിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്